ഇവളുടെ മുമ്പിൽ വെച്ച് ഞാൻ കിരണിനോട് പ്രീതയെക്കുറിച്ച് എങ്ങനെയാ സംസാരിക്കുക? നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ചേട്ടാ, എനിക്കിപ്പോ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. നിന്റെ സ്പെഷ്യൽ പേഴ്സണെ കുറിച്ച് പിന്നീട് സംസാരിക്കാൻ ഞാൻ പോയിട്ട് വരാം. എടാ, അതിനിപ്പോ നിനക്ക് എന്ത് ഇമ്പോർട്ടന്റ് കാര്യമാ? ഞാൻ പറയുന്നു. അതൊക്കെ ഉണ്ട് ചേട്ടാ. സൃഷ്ടി മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച എന്താ ചെയ്യാൻ പറ്റാത്തത്? ഒരുപാട് എനർജി അവൾക്ക്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ത് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നത്. ഈ വീടിനെ നീ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്തിനാ? എന്താ നിന്റെ ഉദ്ദേശം? എന്താ അറിയാതെ ഈ വീട് സ്വന്താണെന്നൊന്നും വിചാരിച്ചില്ലല്ലോ അല്ലേ? ജോലികളൊക്കെ കഴിഞ്ഞില്ലേ നിന്റെ? പിന്നെ ഇപ്പോഴും നീ ഇവിടെ തന്നെ? അത് ഞാൻ വീട്ടിലേക്ക് പോവാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവായിരുന്നു. സൃഷ്ടിയുടെ ജോലി കഴിഞ്ഞാൽ ഉടനെ അവളെയും കൂട്ടിയിട്ട് പോവാനാ നിന്നത്. നിന്നെ ഞാൻ രോഹിത്തിന്റെ കൂടെ കണ്ടു. നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട് നീ. അയ്യോ, എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയേയില്ല. അത് പിന്നെ രോഹിത് സാർ നന്നായി ഡാൻസ് കളിച്ചോണ്ടാ. അദ്ദേഹം ലീഡ് ചെയ്തപ്പോ ഞാൻ ഫോളോ ചെയ്തേ ഉള്ളൂ. നോ, ഐ എം സീരിയസ്. നീ വളരെ നന്നായി ഡാൻസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. രോഹിത്തിന്റെ കല്യാണത്തിന് നിന്നെ കൊണ്ട് ഉറപ്പായും ഡാൻസ് ചെയ്യിക്കും, എല്ലാ ഗസ്റ്റിന്റെ മുന്നിൽ. ഞാൻ നിനക്ക് ഫുൾ പേയ്മെന്റും തരും കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇതെന്തൊക്കെയായി പറയുന്നേ? മാഡം എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിനക്കിപ്പോ വലിയ വിഷമമായല്ലേ? എന്തിന്? എന്താണെന്ന് വെച്ചാ, നമ്മുടെ മനസ്സ് തകരുമ്പോ നമുക്ക് ഉറപ്പായും ദുഃഖം തോന്നില്ലേ? എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഞാൻ നിനക്ക് മനസ്സിലാക്കി തരുമായിരുന്നു. ക്ലാസ് ഈസ് ക്ലാസ്. ഇപ്പൊ രോഹിത് ആണെങ്കിൽ ഷേളിനെ ചൂസ് ചെയ്തു. ഷേളിൻ മൈ ചോയ്സ്. മാഡം എന്തു പറയാനാ ഉദ്ദേശിക്കുന്നേ? ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ മനുഷ്യരും അവനവന്റെ സ്ഥാനത്ത് തന്നെ നിൽക്കണം. വലിയ സ്വപ്നങ്ങൾ വലിയ ആളുകൾക്കേ സ്യൂട്ടാവുള്ളൂ. നിന്നെ പോലുള്ള മിഡിൽ ക്ലാസ്സുകാർക്ക് പറ്റില്ല. നിനക്കിത് എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു? നീ രോഹിത്തിന്റെ ലൈഫ് പാർട്ട്ണർ ആകുമെന്ന്? അത് ശരിയല്ല. ഞാൻ എങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇൻഫാക്ട് മാഡം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. തെറ്റിദ്ധരിക്കുന്നത് ഞാനല്ല, തെറ്റ് നിന്റെ ചിന്തകളാണ്. ഞാൻ രോഹിത് സാറിനോട് സംസാരിച്ചത് അദ്ദേഹത്തെ കല്യാണത്തിന് സമ്മതിപ്പിക്കാനാ. പിന്നീട് അദ്ദേഹം ഷേർലിനോട് സമ്മതം മൂളുകയും ചെയ്തു. ആ ഡിസിഷനിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയത് രോഹിത് സാറ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് നന്നായിന്നാ. അഥവാ എനിക്ക് അദ്ദേഹത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ എന്തെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ, ഞാൻ അദ്ദേഹത്തോട് മറ്റാരെങ്കിലും കല്യാണം കഴിക്കാൻ എന്തിനാ ആവശ്യപ്പെടുന്നത്? നിന്നെ പോലുള്ള പെൺകുട്ടികളുടെ സ്വഭാവം എനിക്ക് വളരെ നന്നായി അറിയാം. എനിക്ക് നല്ല സംശയമുണ്ട് നീ രോഹിത്തിന്റെ അടുത്തേക്ക് പോകാനായി ഇനി ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. ബട്ട് യു നോ വാട്ട്? കവിതയുടെ ശ്രദ്ധ എല്ലായ്പ്പോഴും നിന്നിൽ തന്നെയായിരിക്കും. കവിത മാഡം, അത് മാഡം തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്തൊരു കഷ്ടമായത്. ഇവരെന്തിനാ എന്നെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ലിസൺ, നിന്നോട് എനിക്ക് സംസാരിക്കണം. എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. Listen. എന്തൊക്കെ റൂമേഴ്സ് നീ ഉണ്ടാക്കിയിരിക്കുന്നേ? എന്താ നീ ഞാൻ കപ്പിളാണോ? എന്ത്? ഞാൻ റൂമേഴ്സ് ഉണ്ടാക്കുന്നോ? നോക്ക്, നീ എന്റെ സ്വഭാവം മോശമാക്കരുത്. നോക്ക് മിസ്റ്റർ കിരൺ, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും നിങ്ങൾ എത്രമാത്രം മോശപ്പെട്ടവനാണെന്ന്. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെ ചീത്തയാക്കുന്നേ? സ്വന്തം ഇമേജിനെ കുറിച്ച് അറിയാലോ അവരുടെ ഇടയിൽ എങ്ങനെയാണെന്ന്. ക്യാരക്ടർ എത്രമാത്രം ലൂസ് ആണെന്ന്. ഒരു പെൺകുട്ടി റൈറ്റ് സൈഡില്, മറ്റേത് ലെഫ്റ്റ് സൈഡില്. നിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്നും അറിയാത്ത പെൺപിള്ളേര് നിന്റെ പുറകെ ചുറ്റി നടക്കുന്നു. അങ്ങനെയുള്ള ഒരാളുടെ പേര് എന്റെ പേരിന്റെ കൂടെ ചേർത്ത് വെച്ച് ഞാൻ സ്വയം മോശക്കാരിയാവോ? നിങ്ങൾക്ക് എന്താ വട്ടായോ? ഓഹോ, നിന്റെ ഈ തെറ്റിദ്ധാരണ ഞാൻ ഇപ്പൊ തന്നെ മാറ്റിത്തരാം. ജസ്റ്റ് ലുക്ക് അറ്റ് യു. നീയുമായി ഞാൻ ഒരിക്കലും എന്റെ പേര് ചേർത്ത് പറയില്ല. പിന്നെ ഞാൻ ഈ വെയിറ്റേഴ്സോട് എന്റെ പേര് ചേർത്ത് പറയും, പക്ഷെ നീയുമായിട്ടില്ല. നിന്നെ പോലെ ചീപ്പായ ആണുങ്ങൾക്ക് ഏത് പെണ്ണും ചേർന്നോളൂ. അബ്സല്യൂട്ട്ലി. പക്ഷെ നീയല്ല. നോ, നിനക്ക് എന്നോട് ഭ്രാന്താണെന്ന്, ക്രേസി അബൌട്ട് മീ. അതെല്ലാം മറന്നേക്ക്. കിരണിനെ ഒരിക്കലും നിനക്ക് അങ്ങനെ കിട്ടാൻ പോകുന്നില്ല. യു ആർ സോ ബോറിംഗ്. കം ഓൺ. നീ എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം തെറ്റാ. ഞാൻ ക്രേസിയുമല്ല, നിങ്ങളുടെ പുറകെ വരുന്നുമില്ല. ഞാൻ എന്തായാലും നിന്റെ അത്ര ബോറിംഗ് ഒന്നും അല്ല. ഇനി നിന്റെ നാവിൽ നിന്നും എനിക്കെതിരെ മോശമായിട്ട് ഒരു വാക്കെങ്കിലും വന്നാലുണ്ടല്ലോ. എന്നാൽ എന്താ നീ എന്ത് ചെയ്യും? എങ്കിൽ ശരിക്കും ഞാൻ എല്ലാവരോടും പറഞ്ഞു നടക്കും നീയും ഞാനും തമ്മിൽ ചുറ്റിക്കളിയുണ്ടെന്ന്. പറയട്ടെ പറയട്ടെ പറയട്ടെ. എന്തൂറ്റി? എന്താ ഒന്നും മിണ്ടാത്തെ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നീ ഇങ്ങനെ എന്റെ മുമ്പിൽ നിൽക്കുമ്പോഴുണ്ടല്ലോ വായിക്ക് അടച്ചു പൂട്ടി. അത് വളരെ നന്നായിട്ടുണ്ട്. നിനക്ക് നന്നായി ചേരുന്നുണ്ടത്. എനിക്ക് മനസ്സിലാവുന്നില്ലേ രണ്ടാമത്തെ മുറിയിൽ ആരാ സാധനം കൊണ്ട് വെച്ചെന്ന്. പോ ചെക്ക്. ആ സൃഷ്ടി, ഒരു മിനിറ്റ് ഒന്ന് എന്റെ കൂടെ വന്നേ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. കിരൺ സാർ ഇന്ന് മൗനവ്രതത്തില. സാർ ആഗ്രഹിക്കുന്നത് സാറിന്റെ പാപങ്ങളെല്ലാം ഇല്ലാതാവണമെന്ന്. പിന്നെ ഇദ്ദേഹത്തിന് ഒരു നല്ല വൈഫിനെയും കിട്ടണമെന്ന്. അതുകൊണ്ട് ഇന്ന് ആണ്. ഓക്കെ.
അത് ചേച്ചി ഒന്ന് നിക്ക്. എത്ര സുന്ദരിയായിരുന്നു ചേച്ചി ആ ഡ്രസ്സില്. എന്തിനാ മാറ്റിയത്? എന്റെ മോളെ ആ ഡ്രസ്സൊക്കെ ഒരുപാട് വിലപിടിപ്പുള്ളതാ. അവര് ഫോഴ്സ് ചെയ്തപ്പോ ഞാനത് ധരിച്ചോന്നേ ഉള്ളൂ. പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല. ഈ ഡ്രസ്സാ എനിക്ക് നല്ലത്. അല്ല, നീയും ആ ഡ്രസ്സിൽ സുന്ദരിയായിരുന്നല്ലോ, എന്തിനാ അത് ചേഞ്ച് ചെയ്തേ? അത് ചേച്ചി ആ ഗൗണിന്റെ വള്ളി പൊട്ടിപ്പോയി. പിന്നെ അത് എന്റെ അല്ല, വാൻഡിയുടെ, അതുകൊണ്ട് ചേഞ്ച് ചെയ്തു. ഓട്ടോ. അയ്യോ സൃഷ്ടി, നീ എന്തിനാ ഓട്ടോ വിളിച്ചത്? എന്താ ചേച്ചി എന്താ വിചാരിക്കുന്ന, എന്നെ നടത്തിക്കൊണ്ട് പോവാന്നോ? ഓ, നടന്നു പോകുന്നോണ്ട് എന്താ ഇപ്പൊ പ്രോബ്ലം? ഇത്രയും ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചതല്ലേ, നടന്നു പോകുമ്പോ വേഗം ഡൈജസ്റ്റ് ആയിക്കോളും. സോറി ചേച്ചി, ഇന്ന് നമ്മൾ നടന്നു പോവില്ല, ഓട്ടോയിലേ പോത്തുള്ളൂ. യുനോ വാട്ട്, ഞാൻ വാൻഡിയുടെ കുറച്ച് പൈസ വാങ്ങിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എൻഗേജ്മെന്റിന് പോയത്. ഞാൻ പറഞ്ഞു എനിക്ക് എൻഗേജ്മെന്റിന്റെ ജോലിയുടെ പൈസ വേണോന്ന്. തന്നു. ഇത് കണ്ടോ ചേച്ചി? ഞാൻ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ ജോലി തീർന്നു, ഇപ്പൊ കയ്യില് പൈസയും. അത് കൊള്ളാലോ സൃഷ്ടി. എന്നാ പിന്നെ എനിക്ക് ഒന്ന് ഓട്ടോയിൽ പോയാൽ മതി. വന്നേ, ഓട്ടോ. അതെ, ഓട്ടോ പോകും. ഓട്ടോ ഓട്ടോ. എല്ലാ തവണ എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് ഞാൻ. ഇന്നും സൃഷ്ടിയെയും പ്രീതിയെയും രക്ഷിക്കും ഞാൻ. എനിക്കറിയണം ഏത് പോലീസ് അറസ്റ്റ് ചെയ്യുക ഒരു തെളിവും കൂടാതെ എന്ന്. ഇന്ന് മനസ്സ് പറയുന്ന നേരെ അമ്മയുടെ അടുത്തേക്ക് തന്നെ പോവാൻ. ഇന്ന് പെട്ടെന്ന് ആ വീട് എന്റെ സ്വന്തമായി തോന്നുന്നു എനിക്ക്. എനിക്ക് അമ്മയെ ഒന്ന് സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അമ്മ എപ്പോഴും ഞങ്ങളെ സഹായിച്ചിട്ടേ ഉള്ളൂ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. കൂടാതെ കവിത ആൻറ്റി ഉണ്ടാക്കിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചു. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളെ വിശ്വാസമായിരുന്നു. ഞങ്ങളുടെ ഒപ്പം തന്നെ നിന്നു, സ്വന്തം പെൺമക്കൾക്കൊപ്പം നിന്നു. അതിനർത്ഥം അമ്മ ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നെന്നല്ലേ. എന്നാൽ അത് പുറത്ത് കാണിക്കുന്നുമില്ല, പറയുന്നുമില്ല. കാരണം ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് ഞങ്ങൾ അമ്മയെ വെറുക്കുന്നു എന്നല്ലേ. ആദ്യമായിട്ട് ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചപ്പോൾ എന്ത് സന്തോഷമാണ് തോന്നിയത്. എത്രമാത്രം സേഫ് ആണെന്ന് തോന്നി എനിക്ക്. ഞാൻ ഒരുപാട് മോശമായി പെരുമാറി എന്റെ അമ്മയോട്. എന്തൊക്കെയാ പറഞ്ഞത്, എത്രമാത്രം ഇൻസൾട്ട് ചെയ്തു. അമ്മയുടെ തെറ്റൊന്നും അല്ലെന്ന് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഞാൻ അത്രയും റൂഡായി അമ്മയോട് ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, എന്റെ ഒരു ഒറ്റ കോൾ കൊണ്ട് അമ്മ ഓടി വന്നില്ലേ. നീ കരയാണോ? ആ, ഞാനോ? ഞാൻ എന്തിനാ കരയുന്നേ? അതാ കാറ്റുകൊണ്ട് കണ്ണിങ്ങനെ. എന്നോട് വിളിക്കണ്ട, എനിക്കറിയാം നീ ഇമോഷൻസ് ഒളിപ്പിക്കാൻ എത്ര മിടുക്കിയാണെന്ന്. എന്നോട് പറയ്, എന്തോ പറ്റിയത്? പ്ലീസ് ഇങ്ങനെ കരയല്ലേ. ചേച്ചി, എന്താന്ന് വെച്ചാ ഞാൻ അമ്മയെക്കുറിച്ച് ആലോചിക്കായിരുന്നു. ചേച്ചിക്ക് കേൾക്കുമ്പോൾ അതിശയം തോന്നും, പക്ഷെ എനിക്ക് അമ്മയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. ഞാൻ ഇന്നേ വരെ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ടില്ല. ആ ഫീലിംഗ് എങ്ങനെയായിരിക്കും അമ്മ സ്വന്തം കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുമ്പോ? നിനക്കറിയോ സൃഷ്ടി, ഞാനും അമ്മയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നേ. അമ്മ വളരെ നല്ലതാ സൃഷ്ടി. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമ്പോ അമ്മ എന്തുമാത്രം വിഷമിക്കുന്നു. നിമിഷ നേരം കൊണ്ട് നമ്മളെ സഹായിക്കാൻ ഓടിയെത്തുന്നില്ലേ. നമുക്ക് രണ്ടുപേർക്കും വേണ്ടി അമ്മ കരയുന്നു. അമ്മ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിനക്കറിയോ, ഈശ്വരന്റെ ഏറ്റവും വലിയ വരദാനമാണ് അമ്മ. നമ്മുടെ ഏറ്റവും വലിയ സ്വത്താണ് നമ്മുടെ അമ്മ. ഒന്നുകൊണ്ട് നമ്മൾ അമ്മയെ നഷ്ടപ്പെടുത്തരുത്. ഐ നോ ചേച്ചി, എത്ര കഷ്ടപ്പെട്ട അമ്മയെ കിട്ടിയത്. ഇത്രയും വർഷത്തെ കുറവ് നികത്തണം അമ്മയ്ക്ക്. സൃഷ്ടി, ഇനി നമ്മൾ അമ്മയോട് വഴക്കുണ്ടാക്കരുത്. എന്ത് വന്നാലും ശരി, സ്നേഹിക്കാനേ പാടുള്ളൂ. അമ്മയും അമ്മയുടെ പെൺമക്കളും. വീടെത്തിയാ മതിയായിരുന്നു. സമയം എത്ര വേഗത്തിലാ കടന്നു പോന്നേ. പ്രീത പോവുകയും ചെയ്തു. എനിക്ക് അവളോടൊന്നും സംസാരിക്കാൻ സാധിച്ചില്ല. പറയേണ്ടതായിരുന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. എന്തിനാ അതിനിത്ര ചിന്തിച്ചേ? പറഞ്ഞാ പോരായിരുന്നോ? ചിലപ്പോ സമ്മതിച്ച പിന്നെ പ്രശ്നം തീരുമായിരുന്നല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. ചേട്ടാ, നീ എന്തിനാ ഒരു ടീച്ചറിനെ പോലെ ചുമ്മാ എന്റെ പിറകെ നടക്കുന്നേ? അതൊക്കെ പോട്ടെ ചേട്ടാ, എന്റെ വയറുണ്ടല്ലോ വല്ലാതെ വേദനിക്കുന്നുണ്ട്. നിന്റെ വയറ്റിൽ ഡൈജസ്റ്റ് ആവാതെ എന്തോ ഒന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. പറയാനുള്ളത് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ വേദന എങ്ങനെ മാറാനാ? എന്താന്ന് വെച്ചാ വേഗം പറയേ. ചേട്ടൻ പിങ്കി പ്രോമിസ് ചെയ്യണം, ഞാൻ ചേട്ടനോട് പറയുന്ന കാര്യം മറ്റാരോട് പറയില്ലെന്ന്. ശരി, പിങ്കി പ്രോമിസ്. ചേട്ടൻ അറിയോ, കിരൺ ചേട്ടനുണ്ടല്ലോ ഒരു പെൺകുട്ടി ഇഷ്ടായി, അത് മനസ്സുകൊണ്ട്. നമ്മുടെ കിരണിനോ? പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ കിരൺ ചേട്ടൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കും. സീരിയസ്? അതേനെ. ഒന്ന് ആലോചിച്ചു നോക്ക്. വിവാഹത്തിന് സമ്മതം പോലും പറയാത്ത ആളാ പെട്ടെന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ദിസ് ഈസ് സർപ്രൈസിങ്.
അഡ്ജസ്റ്റ് അല്ല, ഡിപ്പെൻഡ് ആണ് ചെയ്യുക ശരിയായ പാർട്ട്നേഴ്സ്. ആൺകുട്ടികൾ വിവാഹത്തിന് വേഗം സമ്മതിക്കാറില്ല. കാരണം അവർക്ക് ഭയമാണ് അവരുടെ ഫ്രീഡം ഇല്ലാതാകുമോ എന്ന്. അതുകൊണ്ട് അവർ അന്വേഷിക്കും എങ്ങനെയുള്ള പെൺകുട്ടിയാണ് അവർക്ക് വിവാഹം കഴിക്കാൻ ലഭിക്കുകയെന്ന്. ലൈഫ് പാർട്ട്ണർ ആകേണ്ടത് ആരെന്നും അത് കഴിഞ്ഞായിരിക്കും സമ്മതം മൂളുക. പക്ഷെ ആരാ പെൺകുട്ടി? അതെ ചേട്ടാ, പെൺകുട്ടിയുടെ പേര് കേട്ടാൽ ഷോക്കായി പോവും. അറിയാമോ ആരാണെന്ന്? ചെറിയ മമ്മി. വന്നാലും കൊച്ചു മുതലാളി. എനിക്കറിയാം ഇവിടെ എന്താ പറയുന്നതെന്ന്. നിന്നോട് അമ്മ പറയാറില്ലേ മോനെ വിവാഹം കഴിക്കുന്ന എന്റെ ഈ ചെറിയ മമ്മി എന്റെ കല്യാണത്തിന് പിന്നാലെയാ. പെമ്പിളാരെ അന്വേഷിച്ച് നടക്കുക, എന്നിട്ട് പറയും കല്യാണത്തിന് സമ്മതിക്കുന്ന. ഇവൾക്ക് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ദേ ഇപ്പൊ തന്നെ അതായിരിക്കും പറയാൻ പോകുന്നത്. കിരൺ ചേട്ടന് ഒരു അഫയർ ഉണ്ട്, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, റൈറ്റ്? ഒരു മിനിറ്റേ. എനിക്കറിയായിരുന്നു ഇവളുടെ കയ്യിൽ ഒരു കാര്യം നിൽക്കില്ല എന്ന്. എല്ലാവരോടും പോയി പറയുള്ളൂ. ഇവളെ കൊണ്ട് തോറ്റു ഞാൻ. നിനക്ക് എന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ നീ എല്ലാവരോടും പോയി പറഞ്ഞു അല്ലടി. എന്റെയും പ്രീതിയുടെ അഫയർ നീ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ഞാനും എല്ലാം പോയി പറഞ്ഞു കൊടുക്കും. നിന്റെയും പിന്നെ ആ അക്ഷയന്റെയും കാര്യം. എക്സാക്ട്ലി ഇതായിരുന്നു എന്റെയും റിയാക്ഷൻ. നീ എന്റെയും പ്രീതിയുടെ പേര് ചേർത്ത് പറഞ്ഞാലുണ്ടല്ലോ നീ വിവരം അറിയും. ഇവിടെ എന്താ ഒരു രഹസ്യ സംഭാഷണം? ചേട്ടാ എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ഉറക്കം വന്നാ ഉറങ്ങണം മോളെ. ചെല് വേഗം ചെല്. ഗുഡ് നൈറ്റ്. ചേട്ടാ അവളെ എന്നെ വിട്ടേക്ക്. നീ ഇത് പറയാ, നീ എന്താ എന്നോട് പറയാൻ വന്നേ? ആരാ സ്പെഷ്യൽ? ആദ്യം നീ എന്നോട് കാര്യം പറയാ. കാർത്തിക നിന്നെ കുറിച്ച് എന്താ പറഞ്ഞു വന്നേന്ന്. എന്റെ സഹോദരൻ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തു, വളരെ സീരിയസ് ആയി തന്നെ. നിനക്കറിയോ എനിക്ക് എത്ര വലിയ സന്തോഷം തരുന്നതെന്ന്? ചേട്ടാ അങ്ങനെയൊന്നും ഇല്ല. നിനക്ക് കാർത്തികെ നന്നായി അറിയാവുന്നതല്ലേ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. എന്നെ ഫോഴ്സ് ചെയ്തോണ്ടേയിരിക്കാം വിവാഹം കഴിക്കാൻ വേണ്ടി. നീ എന്തിനാ അവളെ വിശ്വസിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. പക്ഷെ എനിക്കതങ്ങോട്ട് വിശ്വാസം വരുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല എന്റെ രോഹിത്തെ. ഞാനിപ്പോ എന്താ പറയാ? നിനക്ക് എന്താ തോന്നുന്നേ? ഈ കിരൺ നമ്പ്യാർ ആർക്കെങ്കിലും വേണ്ടി സീരിയസ് ആവുന്നതാണോ? നീ സീരിയസ് ആകും, മനസ്സിലായോ? ആദ്യം നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. കാർത്തു എന്തോ പറയാൻ വന്നു, നീ അത് പറയാൻ സമ്മതിച്ചില്ല. ഇപ്പൊ നീ അത് പറഞ്ഞേ പറ്റൂ. ആരാ നിന്റെ മനസ്സിലുള്ളതെന്ന്? എന്താ പറയാ ചേട്ടാ? അവൾ ഓരോന്ന് പറഞ്ഞോണ്ടേയിരിക്കും. എനിക്ക് തന്നെ അറിയില്ല അവൾ ആരെ കുറിച്ച് എന്താ പറയുന്നതെന്ന്. നീ എന്നോട് ചോദിക്കുകയാണോ? ശരി, ഒന്നും പറയണ്ട. ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല. ഓക്കെ ഫൈൻ. ചേട്ടാ ഞാൻ പറയുന്നൊന്ന് കേൾക്ക. നിനക്ക് എന്നോടൊന്നും പറയാനില്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. എൻജോയ്. ചേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എങ്ങനെയാ പ്രീതയെ കുറിച്ച് പറയാ? എന്റെ കയ്യിൽ അത്രയൊന്നുമില്ലല്ലോ അവളെ കുറിച്ച് പറയാനായിട്ട്. ഷീ ഈസ് സോ സ്പെഷ്യൽ ഫോർ മീ. എങ്ങനെയാ പ്രീതിയെ പറ്റി പറയാ? ആ മെന്റൽ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നമാണെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചത് 2 ദിവസം കൊണ്ട് അവളുടെ ഈ വീട്ടിലേക്കുള്ള എൻട്രി ഇല്ലാതാക്കണമെന്നാ. പക്ഷെ എല്ലാം തല തിരിഞ്ഞാ നടക്കുന്നത്. അവൾ ഈ വീട്ടിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. പക്ഷെ അവൾ അടിക്കടി വരികയാണ്. ഇപ്പതാ എന്നെ അവളെ പറ്റി റൂമർ ഇറങ്ങി. അവളെ പേടിപ്പിക്കാൻ ഉണ്ടാക്കിയ കാര്യം എന്നെ തന്നെ പേടിപ്പിക്കുക. ഐ ജസ്റ്റ് ഹേറ്റ് ഹർ. ഈയിടെയായിട്ട് പ്രീതിയുടെ മുഖമല്ലാതെ മറ്റൊന്നും കാണാനേ പറ്റുന്നില്ല. സത്യം പറഞ്ഞ മറ്റൊന്നും കാണാൻ ആഗ്രഹിക്കുന്നുമില്ല ഞാൻ. അറിയില്ല അവളുടെ മുഖത്ത് അങ്ങനെ എന്ത് മാജിക്കാനുള്ളതെന്ന്. എന്നെ അവളിലേക്ക് അടുപ്പിക്കാനായി മാത്രം. ഒരു പെൺകുട്ടി എന്നെ ഇത്രത്തോളം സ്വാധീനിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അവളിൽ ഇത്രത്തോളം മയങ്ങിപ്പോകുമെന്നും. ഓ എന്തൊരു ക്ഷീണമായത്. നിശ്ചയത്തിന്റെ ലോങ് ഡേയും പിന്നെ വല്ലാത്ത ടെൻഷനും. പോരാത്തന ആ സോഫിയുടെയും എന്റെയും പ്രീതിയുടെ റൂമേഴ്സും. ജോൺ ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ പ്രീതിയുടെ അല്ലേ? ആ പെണ്ണിന് എന്താ ചെയ്യാ? മനസ്സിൽ കയറി കുത്ത്. ഐ മീൻ വീട്ടിലും കയറിയിരിക്ക. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഞാൻ അവളെ വെറുക്കുന്ന പോലെ രോഹിത്തേട്ടനും അവളെ വെറുക്കണം. എന്നിട്ട് അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. അവള് ലൈഫിൽ വന്ന ശേഷം ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആവാ. എന്ത് പറ്റിക്കാണ് നിനക്ക്? അവൾ അടുത്തെങ്ങുമില്ല, എന്നിട്ട് അവളെ പറ്റിയാണോ ചിന്തിക്കുന്നത്? ഇത് സംഭവിക്കാൻ പാടില്ല. ആ പെണ്ണിന് എന്റെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും പറ്റരുത്. എന്തെങ്കിലും ചിന്തിക്കണം. പക്ഷെ എന്താ ചെയ്യാ? ഹായ് ബേബ്. No, I was missing you, yeah? Date me now. I love you.
മറ്റ് പെമ്പിള്ളാരെ പറ്റി ചിന്തിക്കൂ കിരൺ. ഈ പ്രീത എന്റെ പെറ്റ ശത്രുവാണ്. അത്രയും സ്ട്രെസ് വരുന്നുണ്ട് അവളെ. എനിക്ക് അറിയില്ല ഇനി എന്തൊക്കെയാ ആ സൈക്കോ ചെയ്യാൻ പോകുന്നതെന്ന്. മനസ്സിൽ നിന്ന് അവളെ കളഞ്ഞേ പറ്റൂ. മുത്തശ്ശി എന്തു പറ്റി മുത്തശ്ശി? ഒന്ന് ചിരിക്കണ്ട മുത്തശ്ശി. മുത്തശ്ശി ടെൻഷനിലാണോ? പൈസയുടെ കാര്യം ആലോചിച്ച് ചേച്ചി ചിലരെ ഫോൺ ചെയ്തിട്ടുണ്ട്. മുത്തശ്ശി ടെൻഷൻ അടിക്കണ്ട, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന്. നിക്ക്, നിനക്കറിയാമോ നീ ആരെയാണ് ഫോൺ ചെയ്തതെന്ന്? എനിക്കറിയാം ചേച്ചി. തനുവായിട്ടാ സംസാരിച്ചത്. നിനക്കറിയാമോ തനു ആരാണെന്ന്? ഇല്ല, പക്ഷെ അവര് പറഞ്ഞത് സപത്നി. പക്ഷെ എനിക്കൊന്നും അറിയില്ല. എനിക്ക് അവര് പറഞ്ഞതൊന്നും നിനക്കറിയാമോ സപത്നി എന്നാൽ എന്താണെന്ന്? സപത്നി എന്നാൽ രണ്ടാം ഭാര്യ എന്നാണ്. തനു ആ സ്ത്രീയാണ്. അവളാണ് പ്രിയയുടെ ജീവിതത്തിൽ വിഷം കലർത്തിയത്. തനു അവളാണ്. അവൾ പ്രിയയ്ക്ക് ഒരു ദിവസം പോലും സമാധാനം കൊടുത്തിട്ടില്ല. തനു തന്നെയാണ് പ്രിയയെ കൊല്ലാൻ ശ്രമിച്ചതും. തനു തന്നെയാണ് പ്രിയയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതും. അവൾ ഇന്നും ആഗ്രഹിക്കുന്നത് അഭി പ്രിയെ ഉപേക്ഷിച്ച് അവളെ വിവാഹം കഴിക്കണമെന്നാ. എന്നിട്ട് നീ അവളെ ഫോൺ ചെയ്തിരിക്കുന്നു സഹായം ചോദിക്കാൻ വേണ്ടി. അവളോട് സഹായം ചോദിക്കുന്നതിനേക്കാൾ നല്ല ഞാൻ മരിച്ചു പോകുന്നതാ. അയ്യോ അമ്മ അങ്ങനെയൊന്നും പറയരുത്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ഇത്രേ അറിയായിരുന്നുള്ളൂ. അമ്മയ്ക്ക് ഇപ്പൊ പൈസയുടെ ആവശ്യമുണ്ട്. സഹായത്തിന് വേണ്ടി നീ തനുവിന് ഫോൺ ചെയ്തു. ഈ ലോകത്ത് നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? നീ ആ സ്ത്രീയാണ് ഫോൺ ചെയ്തത്. ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന അവൾ എന്നെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട്. നീ അവളോട് സഹായം ചോദിച്ചല്ലേ? എന്നിട്ട് നിനക്കറിയാമോ അവൾ എന്താണ് ചെയ്തതെന്ന്? അവൾ എന്നോട് ഫോണിൽ പറഞ്ഞത് അഥവാ എനിക്ക് പൈസ വേണമെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് ചെന്ന് അവളുടെ കാലിൽ വീണ് അപേക്ഷിക്കണമെന്ന്. ഞാൻ അവളുടെ കാലിൽ വീഴണമെന്ന്. എന്നിട്ട് അവളോട് അടിയറവം പറയണമെന്ന്. അല്ലാതെ അവൾ എനിക്ക് പൈസ തരില്ലെന്ന്. അതിന് എന്നെ കൊല്ലേണ്ടി വരും. അവൾ കബിയുടെ ഭാര്യ ആവണം. അപ്പോഴേ അവൾ പൈസ തരുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ. അത്രയും ഞാൻ നാണം കിട്ടും മോളെ. എല്ലാം നീ കാരണമാണ്. I'm so sorry. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ശരിക്കും ഞാൻ അമ്മയെ സഹായിക്കണമെന്ന് മാത്രമേ ആഗ്രഹിച്ചു. സഹായം ചോദിക്കുന്നതിന് മുന്നേ എന്നോടൊന്നും പറയെങ്കിലും ചെയ്യായിരുന്നു ആരോടാ സഹായം ചോദിക്കുന്നതെന്ന്. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി ഞങ്ങളുടെ മേൽ. എല്ലാം എങ്ങനെയൊക്കെയോ ഞങ്ങൾ പരിഹരിച്ചു. പക്ഷെ ഒന്നും ഈ വീടിന് പുറത്തറിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിന്ദൂരം ഹോൾ എത്ര തവണ പണയത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഞങ്ങൾ ആരോടും സഹായമേ ചോദിച്ചിട്ടില്ല. നീ എല്ലാം തകർത്ത് കളഞ്ഞില്ലേ പ്രീത? എല്ലാം നീ തകർത്ത് കളഞ്ഞില്ലേ? പ്ലീസ് അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. വഴിയില്ലെങ്കിൽ നീ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എനിക്ക് നാണക്കേടുണ്ടായത് സാരമില്ല. പക്ഷെ പ്രിയ, നിനക്കിത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ തനു പ്രിയയോട് എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. പ്രിയ എത്രമാത്രം വിഷമിപ്പിക്കുമെന്നും എന്തൊക്കെ അവളെ പറയാൻ പോകുന്നതെന്നും. ഞങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി അവൾ എത്രമാത്രം ചവിട്ടി താഴ്ത്തുവെന്നും. എനിക്കാ തെറ്റുപറ്റിയത്. ഞാൻ നിന്നോട് പ്രിയെ കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു. നീ എന്ത് വേണേലും ചെയ്യേ, പക്ഷെ ഇങ്ങനൊന്നും ചെയ്യരുത്. പ്രിയയെ കൂടുതൽ വിഷമിപ്പിക്കുന്ന വിധത്തിൽ അവളെ ഒന്ന് വെറുതെ വിട്. പ്രിയ ഒന്ന് വെറുതെ വിട്. ക്ഷമിക്കണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി. ഞങ്ങൾ അമ്മയെ സഹായിക്കാൻ ശ്രമിച്ചതാ. പക്ഷെ ഇനി ഒരിക്കലും ഈ തെറ്റുണ്ടാവില്ല. പക്ഷെ പ്ലീസ്, എന്റെ ചേച്ചിക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഞങ്ങളെ 2 പ്രാവശ്യം ഹെൽപ്പ് ചെയ്തു. 2 പ്രാവശ്യം. അതിന് ഞാൻ നിങ്ങളോട് താങ്ക് യു പറയണമായിരുന്നു. ശരിയാ, ഒരു തെറ്റ് ഞങ്ങൾക്ക് സംഭവിച്ചു പോയി. അബദ്ധത്തില് നിങ്ങൾ അമ്മയായി കണ്ടു. അബദ്ധത്തില് ഞാൻ എന്തൊക്കെയാ നിങ്ങളെ കുറിച്ച് വിചാരിച്ചത്? നിങ്ങൾ കാണുന്ന പോലെ അല്ല. ഇല്ല ചേച്ചി, പറയാൻ സമ്മതിക്ക്. ഇവരെന്തൊക്കെയാ പറഞ്ഞത്? നമ്മളെ പറ്റി എന്താ പറഞ്ഞതെന്ന്? പ്രിയ ഇവർക്ക് എല്ലാം ആണ്. നമ്മൾ ആരുമല്ല ഇവർക്ക്. പക്ഷെ ഇന്ന് നിങ്ങൾ പ്രൂവ് ചെയ്തു. നിങ്ങൾ എങ്ങനെയാണോ കാണാൻ അതുപോലെ തന്നെയാ മനസ്സിലും. നല്ലപോലെ മനസ്സുള്ള അമ്മ. നിങ്ങൾക്ക് അറിയില്ല അമ്മയുടെ വാത്സല്യം എന്താണെന്ന്. ഞാൻ എന്തൊക്കെ ആലോചന ഇങ്ങോട്ട് വന്ന് നിങ്ങളെ കാണുമ്പോ കെട്ടിപ്പിടിച്ച് വേണ്ട ചേച്ചി നമുക്ക് പോയി. ഇവരോട് സംസാരിക്കുന്നത് വെറുതെ. ഇങ്ങോട്ട് ഇപ്പൊ സമാധാനമായല്ലോ. ഇതേ കാര്യം നിനക്ക് സമാധാനമായിട്ട് പറയായിരുന്നല്ലോ. പക്ഷെ നിനക്കൊന്നും അറിയില്ലല്ലോ. എന്തുപകാരമോ ഉണ്ടായത് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട്. അമ്മയ്ക്ക് മനസ്സിലാകില്ല. തനുവിന്റെ ഫോണ് വീണ്ടും എനിക്ക് വന്നപ്പോ
അവൾ എന്നോട് അമ്മ അവക്ക് എത്രമാത്രം പ്രിയക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാമോ അത്രയും അവൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒരു അമ്മയായി ഞാൻ അവിടെ ചെന്നു, ഒരു പരിചയം പോലെ അവളെ രക്ഷിച്ചു. അതിന് ഇത്ര എന്നെ വിഷമിപ്പിക്കേണ്ട കാര്യമുണ്ടോ? തന്നിഷ്ടം കാണിക്കുന്ന ശീലമായി പോയി. ആര് പറഞ്ഞാലും കേൾക്കില്ലല്ലോ. ചേച്ചി വെള്ളം കുടിക്കൂ പ്ലീസ്. യുനോ വാട്ട് ചേച്ചി, നമ്മൾ അവരെ പറ്റി വിചാരിച്ചതൊക്കെ തെറ്റായിരുന്നു. അവര് നമ്മളോട് ഒച്ച വെച്ചത് കണ്ടില്ലേ? നമ്മളെ കടിച്ചു കയറാൻ വരുന്ന പോലെ. ഇവർക്ക് വേണ്ടി നമ്മൾ ഇനി എന്തൊക്കെ ചെയ്താലും ഇവരുടെ ഫേവറേറ്റ് പ്രിയ ആയിരിക്കും. പ്രിയ നമ്മളല്ല. നമുക്ക് ഇവരായിട്ട് എന്ത് ബന്ധമുള്ള? സൃഷ്ടി, എനിക്ക് മറ്റൊന്നും അറിയില്ലായിരുന്നു. നമ്മുടെ അമ്മ എന്തോ പ്രശ്നത്തിലാന്ന് മാത്രമേ എനിക്ക് അറിയായിരുന്നുള്ളൂ. ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്ക് അറിയാം ചേച്ചി. ചേച്ചിയേക്കാൾ ഉപരി ബാക്കിയുള്ളവരെ പറ്റിയാ ചിന്തിക്കുന്നത്. ഇക്കാര്യം എല്ലാവർക്കും അറിയാം. ചേച്ചി കണ്ടില്ലായിരുന്നോ? രോഹിത് ചേട്ടൻ എന്ത് ഉറപ്പിച്ചാ പറഞ്ഞ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. എന്നാൽ ഒരു വശത്ത് നമ്മുടെ ഈ അമ്മ, അവരുടെ രീതിയെ വേറെയാ. എന്ത് ചെയ്യാനാ ചേച്ചി? നമ്മൾ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ വന്നു. നമ്മൾ രണ്ടുപേരും അല്ലാതെ നമുക്ക് വേറെ ആരും ഇല്ലാത്ത സ്ഥലത്ത്. ചേച്ചി ഇപ്പൊ എനിക്ക് പ്രോമിസ് ചെയ്യ്, ഇനി ഇവരുടെ കൂടെ നമ്മൾ നിക്കില്ലാന്ന്. പ്രോമിസ്, പ്രോമിസ് മീ, പ്രോമിസ്. ഇപ്പൊ പ്രോമിസ് ചെയ്തേ. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. പിന്നെ നമുക്ക് അമ്മയുടെ ആവശ്യമില്ല. എനിക്ക് എന്റെ ചേച്ചിയുണ്ട്, ചേച്ചിക്ക് ഞാനും ഉണ്ട്. വേറെ ആരാ വേണ്ട നമുക്ക്? ആരും വേണ്ടല്ലോ. അവിടെ അച്ചമ്മയുടെ കൂടെ നിൽക്കുന്ന പെൺകുട്ടിയില്ലേ, ഞാൻ അവളെ തിരഞ്ഞെടുത്തിരിക്കുന്നു നിനക്ക് വേണ്ടി ആസ് എ ലൈഫ് പാർട്ട്ണർ. ഇനി നീ അവളെ കണ്ടിട്ട് പറയൂ, നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. വേണ്ട മോനെ രോഹിത്തെ, വേണ്ട വേണ്ട വേണ്ട. ഇറ്റ്സ് നോട്ട് ഗുഡ്. വാട്ട് ആർ യു ഡൂയിങ്? അവളെ ഈ സമയത്ത് ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നത് ശരിയല്ല. ശ്ശേ, എന്താ ചെയ്യേണ്ടത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ലല്ലോ. ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ടോക്കിംഗ് ടു ഹെർ. ഒരു തവണ സംസാരിക്കാൻ വേണ്ടിയില്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? ശരി അവരുടെ രോഹിത്തെ, രാത്രി ഇത്രയും നേരമായില്ലേ, അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു തവണ ഒന്ന് സംസാരിച്ചു നോക്കാമല്ലോ. ഒരു തവണ ഒന്ന് ഡയലി നോക്കാം. ഫോൺ എടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ സംസാരിക്കില്ല. അല്ലെങ്കിൽ വേണ്ട, ഡിസ്റ്റർബ് ആവും. അവക്കത് ഡിസ്റ്റർബ് ആവും ഉറപ്പാ. മിസ്സാവുന്നുണ്ടല്ലോ, ഒരുപാട് മിസ്സാവുന്നുണ്ടല്ലോ അവളെ. ഞാൻ ഫോൺ ചെയ്യില്ല, ഞാൻ ഡിസ്റ്റർബ് ചെയ്യേയില്ല അവളെ. ഐ ആം ഗോയിങ് ഓഫ് ടു സ്ലീപ്പ്. രോഹിത് എല്ലാ കാര്യത്തിലും അല്പം ക്ഷമ വേണം. നീ കോളേജിൽ പഠിക്കുന്ന ടീനേജർ പയ്യനൊന്നുമില്ല ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ. യു കാൺട്ട് ബിഹേവ് ലൈക്ക് ദിസ്. അവൾ എത്രമാത്രം നിന്നെ വിശ്വസിക്കുന്നുണ്ട്. അവളോട് നാളെ സമാധാനമായിട്ടിരുന്ന് ചോദിക്കാം, പ്രീത എന്താ നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. അങ്ങനെയാണ് ഇക്കാര്യം ചോദിക്കേണ്ട ശരിയായ രീതി. നോട്ട് ലൈക്ക് ദിസ്. സൃഷ്ടി, സൃഷ്ടി കേക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പൊ എന്റെ സ്വപ്നത്തിലെ നമ്മുടെ അമ്മ വന്നിട്ട് പോയി. സൃഷ്ടി
സ്വപ്നത്തിൽ വന്നെങ്കിൽ സ്വപ്നത്തിൽ തന്നെ ഇരിക്കാൻ പറ അവരോട്. എനിക്ക് ഉറങ്ങണം പ്ലീസ്. ശരിക്കും അമ്മ എന്റെ സ്വപ്നത്തിൽ വന്നു. അമ്മ എന്നെ സ്നേഹിക്കുകയും ചെയ്തു. നീ ഒന്ന് കേക്ക്. ആഹാ, എന്റെ നല്ല മിടുക്കനായ മോൻ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നോ? ഗിരീഷ്, സാറിന് ജ്യൂസ് കൊണ്ടുവന്നോളൂ. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ് മോനെ. ക്ഷീണിച്ചിട്ടുണ്ടാവും അല്ലേ? ഇരുന്നോളൂ. വല്ലാതെ ക്ഷീണിച്ചു. അമ്മയുടെ ആ പുന്നാര മോനോടല്ലോ രോഹിത് നമ്പ്യാർ, ദ ഡിസിപ്ലിൻ മാൻ, രാവിലെ കൃത്യം 5 മണിക്ക് എന്റെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് നിർബന്ധിച്ച് അടുത്ത് തന്നെ പ്രാക്ടീസിനേക്ക് അയച്ചു. അപ്പോഴാണ് സമാധാനമായത്. ഇല്ല മോനെ, അങ്ങനൊന്നുമില്ല. ഇനി കുറച്ച് ദിവസത്തിനകം നിന്റെ ചേട്ടൻ അവന്റെ ലൈഫിൽ ബിസിയാകാൻ പോവുകയാണ്. അവന് നിന്റെ പിറകെ നടക്കാൻ എങ്ങനെയാ സമയം ഉണ്ടാകാം? ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ചാല്, രോഹിത് സ്വന്തം ജീവിതത്തിൽ ബിസിയായി പോകുമ്പോ നിനക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ജ്യൂസ് എടുക്ക. അമ്മയും മകനും സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഇടയ്ക്ക് കയറി നിൽക്കേണ്ട ആവശ്യം എന്താ? വെറുതെ. ആ കിരൺ മോനെ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, അധികം വൈകാതെ രോഹിത് അവന്റെ ലൈഫിൽ ബിസിയാകും. അപ്പോ നീ പിന്നെന്ത് ചെയ്യും? അതുകൊണ്ട് നിനക്കും എന്തെങ്കിലുമൊക്കെ വേണം. നിന്നെ നന്നായി നോക്കാനും നിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മനസ്സിലാക്കാനും എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കാനും. അമ്മയുടെ വാക്കുകളിൽ അപകടം പതിയിരിപ്പുണ്ട്. ഓടിപ്പോയേ മതിയാകൂ. അതായത് ഓക്കെ അമ്മേ, ബൈ. എന്റെ മോനെ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ എന്താണ് പറയാൻ എന്റെ ശ്രമിക്കുന്നതെന്ന്. അമ്മേ, ഞാൻ അത്രക്ക് ഇടിയേറ്റല്ല, മനസ്സിലായി. അതുകൊണ്ടാ പോകുന്നേ. ബൈ. നിനക്ക് മനസ്സിലായില്ല മോനെ. പ്രീതയും ഇതേ കാര്യമാണ് രോഹിതിനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. വിവാഹം കഴിക്കേ എന്ന്. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം കണ്ടില്ലേ? രോഹിത് അവൾ പറഞ്ഞത് മനസ്സിലാക്കി വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. ഒരു മിനിറ്റ്. രോഹിത് ഏട്ടനും പ്രീതയും അവരുടെ വിവാഹം നടക്കില്ല അമ്മേ. ഓക്കെ. ആ സോഫിയ പറഞ്ഞത് സത്യമാണ്. കിരൺ പ്രീതയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആഹാ, അത് കൊള്ളാലോ. ഞാൻ എപ്പോഴാ പറഞ്ഞത് പ്രീതയുടെ വിവാഹം രോഹിതുമായിട്ട് നടക്കുമെന്ന്? അതെ, ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. പ്രീതയാണ് രോഹിതിനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. വിവാഹം കഴിക്കുന്നത് ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ള കാര്യമാണെന്ന്. ദൈവാനുഗ്രഹം കൊണ്ട് അവൻ അത് മനസ്സിലാക്കി. രോഹിത് ഷെർലിനുമായിട്ടുള്ള വിവാഹത്തിന് അവസാനം റെഡിയായി. നോട്ട് വിത്ത് പ്രീത. രോഹിത് ഏട്ടനും ഷെർലിനും? അതെ. ദാറ്റ്സ് നൈസ്. അവനോടൊന്ന് സംസാരിക്കാൻ ഞാൻ. നീ എന്താ വിചാരിച്ചത്? നിന്റെ ഒരു കാര്യം, അവനോട് സംസാരിക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ അധികം ടെൻഷൻ അടുപ്പിക്കരുത് എന്റെ മോനെ. ഞാൻ അമ്മയുടെ മോനെ ഒന്നും ചെയ്യില്ല എന്റെ അമ്മ. യു നോട്ടി ബോയ്. അമ്മയോടാണോ തർക്കുത്തരം പറയുന്നത്? ഐ ലവ് യു അമ്മ. ഐ ലവ് യു ടു ഹാൻസം ബോയ്. ഇവൻ എന്റെ ഇളയ മകനാണെങ്കിലും മൂത്ത മകനിൽ നിന്ന് ശരിക്കും ഓപ്പോസിറ്റ് ആണ്. കള്ളകൃഷ്ണനെ പോലെ. എന്റെ കള്ളകൃഷ്ണൻ കിരൺ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഹലോ, ഞാൻ ഷെർലിന്റെ അമ്മയാണ് സംസാരിക്കുന്നത്. സൃഷ്ടി, എനിക്ക് തോന്നുന്നു. ഹലോ, എന്താ ചെയ്യുന്നേ? വേഗം എണീറ്റ് പോയി റെഡിയാവാൻ നോക്കടി. നീ ലേറ്റ് ആയില്ലേ? അതെ ചേച്ചി, എനിക്ക് ആദ്യം അവരുടെ വീട്ടിലോട്ട് പോണം. അതിനുശേഷം എനിക്ക് ഡെക്കറേഷനുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്യണം. സോ ദാറ്റ്സ് വൈ. ആണോ? എനിക്ക് തോന്നുന്നതേ നീ ശരിക്കും ഒരു ഡെക്കറേറ്റർ ആയിന്ന. അതേലോ, ഞാൻ ശരിക്കും ഡെക്കറേറ്ററാ. ചേച്ചി മറന്നുപോയോ? ചേച്ചിയുടെ എൻഗേജ്മെന്റിന് എല്ലാ ഒരുക്കങ്ങളും ഞാനാ ചെയ്തേ. ഓ ഗോഡ്, ഞാൻ തന്നെ ചേച്ചിയെ ഓർമ്മിപ്പിച്ചല്ലോ. ആ ബന്ധം തകർന്നതല്ലേ? സോറി ചേച്ചി. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല ചേച്ചി. ചേച്ചി എന്തിനാ ദീപകിനെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കുന്നേ? ഐ മീൻ, അയാള് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്താ പറയാൻ വന്നതെന്ന്. സൃഷ്ടി, വിഷമം തോന്നരുതെങ്കിൽ പിന്നെ എന്താ ഫീൽ ചെയ്യണ്ടേ? ദീപക് പപ്പയുടെ മാത്രം ചോയ്സ് ആയിരുന്നില്ലേ? പപ്പ ജീവിതത്തിൽ ഒരിക്കലും എന്നോട് ഒന്നും ചോദിച്ചിരുന്നില്ല. ഇത്രമാത്രം ആഗ്രഹിച്ചുള്ളൂ, ഞാൻ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കണമെന്ന്. പക്ഷെ എനിക്ക് പപ്പയുടെ അവസാന ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? യുനോ വാട്ട്, സംഭവിച്ചതൊക്കെ നല്ലത് തന്നെയാ. തന്നെയല്ല, ആ ദീപകിന് ചേച്ചിയെക്കാളും പൈസയോടായിരുന്നു ഇഷ്ടം. ഉറപ്പായിട്ടും അയാൾ വേറെ ആരെങ്കിലും പൈസയ്ക്ക് വേണ്ടി കല്യാണം കഴിച്ചിട്ടുണ്ടാവും. വൃത്തികെട്ട മനുഷ്യൻ. അയാൾ എന്താ നഷ്ടപ്പെടുത്തി കളഞ്ഞതെന്ന് പോലും അയാൾക്ക് അറിയില്ല. എന്റെ ബ്യൂട്ടിഫുൾ സിസ്റ്ററിനെയും ആൻഡ് അവളുടെ ബ്യൂട്ടിഫുൾ ഹാർട്ടിനെയും. അതിനു മുൻപ് ലോകത്തെ മുഴുവൻ സ്വത്ത് നിസ്സാരമാണ്. ശരി, ആയിക്കോട്ടെ, ഒന്ന് നിർത്ത്. എന്നിട്ട് വേഗം ചെന്ന് റെഡിയാവാം. എനിക്ക് റെഡിയാവണം. നൈസ്. സോ മിസ്റ്റർ ബ്ലൂ, ഞാനിത് നിന്നെ ധരിക്കാൻ പോകുന്നേ. അവൾക്കിത് ഇഷ്ടപ്പെട്ടേ തീരൂ. ഡു നോട്ട് ഡിസപ്പോയിന്റ്. എത്ര നല്ല ഫീലിംഗ് ആണ്. ഞാനും പ്രീതയും ലൈഫ് പാർട്ട്നേഴ്സ്. എനിക്ക് പപ്പയുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ
പപ്പ ആഗ്രഹിച്ചത് ഞാൻ ദീപകിനെ കല്യാണം കഴിക്കണമെന്നല്ലേ? ഒരു പക്ഷെ നമ്മുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ പപ്പയുടെ ആഗ്രഹം പൂർത്തിയാക്കാമായിരുന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കും എന്നെ ഇഷ്ടപ്പെട്ടെന്ന്. വരും, നമുക്ക് പുറത്തേക്ക് പോകാം. നമ്മുടെ പാരന്റ്സ് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. ആഹാ, വലിയ സന്തോഷത്തിലാണല്ലോ. എന്റെ മോന് പൂജ ഒരുപാട് ഇഷ്ടമായി തോന്നുന്നല്ലോ. ആക്ച്വലി അമ്മ, പൂജ വളരെ നല്ല പെൺകുട്ടിയാണ്. പക്ഷെ എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. പക്ഷെ ദീപ, അമ്മേ, ഞാൻ ഇപ്പോഴും പ്രീതയെ സ്നേഹിക്കുന്നുണ്ട്. അവളെ വിവാഹം കഴിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. ഐ എം സോറി. ചേച്ചി ചേച്ചി പറഞ്ഞില്ലല്ലോ എന്റെ മുടി എങ്ങനെ ഉണ്ടെന്ന്. ഓനോ, ഞാൻ ലേറ്റ് ആയല്ലോ. ഓ മൈ ഗോഡ്. അതെങ്ങനെ നിങ്ങൾ ഹാളിന് സീൽ വെക്കുക? സിന്ദൂര ഹാൾ കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. എത്ര കഷ്ടപ്പെട്ട ഹാൾ നിലനിർത്തുന്നത്. നിങ്ങൾ കുറച്ചുകൂടി സാവകാശം തരുന്നേ. നിയമം എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലേ? നോക്കൂ മാഡം, നിയമത്തെക്കുറിച്ച് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ട. ഗവൺമെന്റ് എല്ലാം ഞങ്ങളെ പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് വിട്ടത്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന്. പിന്നെ നിയമത്തിന്റെ കാര്യം പറഞ്ഞാൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആയ 50,000 രൂപ നിങ്ങൾ അടച്ചില്ലെങ്കിൽ ഈ മാരേജ് ഹാൾ എന്നേക്കും അടയ്ക്കേണ്ടി വരും. ഇനി നിങ്ങൾക്ക് സമയം അനുവദിക്കാനാവില്ല. ചേച്ചി ചേച്ചി ഇതിലിത്ര വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെയല്ല, ഇവരെന്നലെ രാത്രി എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അവർക്ക് പകരമായിട്ട് കിട്ടിയത്. ഇവര് ഇതിന് അർഹയാണ്. എന്താ അങ്ങനെ നടക്കോ? എനിക്ക് അമ്മയെ സഹായിക്കാൻ പറ്റുമോ? ഞാനാണ് അമ്മയെ സഹായിച്ചതെന്ന് ആരും അറിയരുത്. വാ ഇങ്ങോട്ട്. സോറി സാർ, ഒന്ന് വഴി തരുമോ? നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നിർത്തുമൊന്നും വേണ്ട. ആഫ്റ്റർ ഓൾ അത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ലേ? അല്ല ചേച്ചി, നമ്മൾ ഇവരുടെ ഇടയിൽ കയറി വന്നതല്ലേ. അവരുടെ സംസാരത്തിന് തടസ്സമായി. അവര് പറയാനുള്ളത് മുഴുവൻ പറയട്ടെ. സോറി, എക്സ്ക്യൂസ് മീ. വാ ചേച്ചി. ഇങ്ങനെയാണോ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഒരുക്കേണ്ടത്? സോറി മാഡം, ഇപ്പൊ 2 മിനിറ്റിനകം ശരിയാക്കാം. എടത്തി, എന്തു പറ്റി? എന്തോ ടെൻഷൻ ഉള്ളതുപോലെ. ഇനി പ്രീത എങ്ങാനും വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല ചേച്ചി, പ്രീത ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇന്ന് ഷേർലിന്റെ അമ്മയുടെ ഫോൺ വന്നിരുന്നു. അവർ പറഞ്ഞത് ഷേർലിന് രോഹിതിനെ കുറിച്ച് എന്തോ കൺഫ്യൂഷൻ ഉണ്ടെന്നാണ്. അന്ന് പാർട്ടിയിൽ വെച്ച് രണ്ടുപേർക്കും അധികം സമയമൊന്നും കിട്ടിയില്ല അടുത്തിരുന്ന് സംസാരിക്കാനും കുറച്ച് പരസ്പരം ഒന്ന് മനസ്സിലാക്കാനും ഒന്നും. അതുകൊണ്ട് ഷേർലിൻ പറഞ്ഞത് വിവാഹത്തിന് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അവർക്ക് രണ്ടുപേർക്കും തനിച്ച് പുറത്തെവിടെയെങ്കിലും പോയി കുറച്ച് സമയം ചെലവഴിക്കണമെന്ന്. അവര് എന്നോട് ഇങ്ങനെയുള്ള ഡിമാൻഡ് വെച്ചെന്നേ. എന്ത് ഡിമാൻഡ്? ഷേർലിൻ രോഹിതിനെ ഡേറ്റിങ്ങിന് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ഇത്രയുള്ളോ? ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ എടത്തി? ഇത് ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ലാതെ പിന്നെ എന്താ? എത്രമാത്രം കഷ്ടപ്പെട്ട രോഹിതിനെ വിവാഹത്തിനായിട്ട് സമ്മതിപ്പിച്ചത്. അവന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. ഇനി ആ പെൺകുട്ടി എങ്ങാനും അവനെ റിജക്ട് ചെയ്താ എല്ലാം കുളമായി പോകും. റിലാക്സ് എടത്തി. എടത്തി, എന്തിനാ എപ്പോഴും ഇങ്ങനെ ഹൈപ്പർ ആകുന്നേ? ഈ ഡേറ്റ് അങ്ങനെയുള്ള ഡേറ്റ് അല്ല. അവരിത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. 2 കുട്ടികളും പരസ്പരം കാണണം, പരസ്പരം അറിയണം. അവരതിന് സജഷൻ വെച്ചെന്നേ ഉള്ളൂ. ഏടത്തി എന്നെ ഡിമാൻഡ് ആക്കി മാറ്റി. അതെല്ലോ, ചേച്ചി പറഞ്ഞത് ശരിയാ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതറിയുമ്പോ രോഹിത് എതിർക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് അവനെ മനസ്സിലാക്കാനും തെരഞ്ഞെടുക്കാനും വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ആണെന്ന് മനസ്സിലാകുമ്പോ അതിനൊരു പ്രതിവിധിയുണ്ട് എന്റെ കയ്യില്. എന്ത് വഴി? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവസാനം ചേച്ചിയോട് പറയാം. ഓക്കെ? അത് വാട്ട്? ആഹാ, നീ എപ്പോഴാ വന്നേ? നീ വാഷ്റൂമിലല്ലായിരുന്നോ? ഓഫീസിൽ പോകുന്നില്ലേ? പിന്നൊരു കാര്യം, നീ ഏത് കാര്യമാണ് എന്നോട് പറയാതിരുന്നത്? ഐ ഗോട്ട് ദാറ്റ്. ആര് പറഞ്ഞു? ഗസ് ചെയ്യാ. അമ്മ? കറക്റ്റ്. എന്റെ ചേട്ടാ, ഐ മസ്റ്റ് സേ എനിക്കിഷ്ടമായി. ഐ മീൻ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അവളെ കണ്ണെടുക്കാണ്ട് നോക്കി നിൽക്കാൻ തോന്നും. എന്താ ഒരു ചിരി! നല്ല ഫീച്ചേഴ്സ്, നല്ല പ്രൊഫൈലും ആണ്.